ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസൂസ് വൈബ്സ്. ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് സൗദിയുടെ ക്യാപിറ്റൽ സിറ്റിയായ റിയാദിലാണ്. കുറച്ച് ദിവസം ഹോളിഡേ ആയതുകൊണ്ട് റിയാദ് സൂ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ഗായ്സ് റിയാദ് സൂ. പക്ഷേ പാർക്കിംഗ് ഏരിയ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സൂ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് അതിവിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ് ഗായ്സ്. എന്നിട്ടും ഇവിടെ വുമൻസിന്റെ സ്റ്റാളുകളൊക്കെ ഉണ്ട്. ടോയ്സുകളും സ്നാക്സുകളും വാട്ടറൊക്കെ ഇവർ നിലത്ത് വെച്ച് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ സൂവിന്റെ മെയിൻ എൻട്രൻസിലെത്തി. ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് ഞങ്ങൾ ഒരു ഹാപ്പി ന്യൂസ് കേൾക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇന്ന് ഫ്രീ എൻട്രി ആണെന്ന്. ചില ഹോളിഡേയ്സിൽ ഇവിടെ ഫ്രീ എൻട്രി കൊടുക്കാറുണ്ട്. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഫ്ലെമിംഗോസിനെയാണ് കണ്ടത്. ഈ ആർട്ട് വർക്ക് കണ്ടോ ഗായ്സ്, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നെക്സ്റ്റ് നമുക്ക് സീലാൻഡ് ഏരിയയിലേക്ക് പോവാം. രണ്ട് സീലാൻഡ്സ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഒരാളിവിടെ നീന്തി രസിക്കുകയാണ്. ഗായ്സ്, ഈ കാണുന്ന എലിഫന്റിന്റെ ഒരു മോഡലാണ്. ഇനി ബോഡിയൊന്നുമില്ല, ഹെഡ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഞങ്ങൾ വന്നിരിക്കുന്ന ചീറ്റയുടെ ഏരിയയിലേക്കാണ്. ചൂടായതുകൊണ്ട് രണ്ട് ചീറ്റകൾ ഇതേ മാറി തണലത്ത് കിടപ്പുണ്ട്. ഈ ഗ്ലാസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചീറ്റ കിടന്നുറങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പം അമീനും അബുവിനും ഭയങ്കര സന്തോഷമായി. അവർ ചീറ്റയെ വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഏരിയയിൽ മാൻകൂട്ടമാണ് കിടക്കുന്നത്. അങ്ങ് തണലത്ത് കുറച്ച് ലാമകളും ഇരിപ്പുണ്ട്. മാനുകളെ കണ്ടോ ഗായ്സ്, ഇതിന് വാലൊന്നുമില്ല. ഫുഡിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. മാനുകളൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഫീഡ് ചെയ്യരുതെന്ന് ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് എലിഫൻറ്റിൻ്റെ ഏരിയയിലേക്കാണ്. ഇത് ആഫ്രിക്കൻ ബുഷ് എലിഫൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ എലിഫൻറ്റിൻ്റെ ബ്ലാക്ക് കളറൊന്നും ഈ എലിഫൻറ്റിന് ഇല്ല ഗൈസ്. ഇതിന് ഒരു ബ്രൗൺ പോലത്തെ കളറാണ്. മാനുകളുടെ ഒരു ഏരിയ ആണ് ഇവിടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഡെമോസലെ ക്രെയിനിൽ നിൽപ്പുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് കരടിച്ചാറിന്റെ കുളി കാണാൻ വേണ്ടിയാണ്. ഗ്ലാസ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് കയറി ഇന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കരടിച്ചാറി കുളിക്കുന്നത് കാണാൻ പറ്റും.
കുറച്ച് ആൾക്കാരെ കയറ്റി വിടുന്നോളൂ. കുറേ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ ഇത് പൊട്ടി താഴോട്ട് വീഴും. അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്ത് വന്നപ്പോൾ കരടിച്ചാരി കുളിക്കുന്ന നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. ജിറാഫും സീബ്രയൊക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. നല്ല ചൂടായതുകൊണ്ട് എല്ലാവരും അങ്ങ് ദൂരെയാണ് നിൽക്കുന്നത്. കൂട്ടിലുള്ളത് യുറേഷ്യൻ ഗ്രിഫൺ വൾച്ചറാണ്. ഗായ്സ്, ഈ കാണുന്നതെല്ലാം റോക്ക് ഹൈറാക്സ് ആണ്. മങ്കികളുടെ ഏരിയ ആണ് ഗായ്സ്. മങ്കികൾ ചാടിയും തുള്ളിയൊക്കെ അർമാദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ബാർബറി ഷീപ്പിൻ്റെ ഏരിയയിലേക്കാണ്. ഈ കല്ലിൻ്റെ ഇടയ്ക്ക് ബാർബറി ഷീപ്പ് നിൽപ്പുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റത്തില്ല. ഈ കാണുന്നത് ഹൈബേർഡ് ക്യാമലാണ്. ബാക്ട്രിയൻ ക്യാമലും ഡോമറ്ററി ക്യാമലും ഹൈബേർഡ് ആയതാണ് ഹൈബേർഡ് ക്യാമൽ. വീഡിയോ എടുക്കുന്നത് കൊണ്ട് എമ്മു അവിടെ നിന്ന് ഓടി വന്ന് നിൽപ്പുണ്ട്. ഈ കേജിലുള്ളത് ബാൻഡഡ് മംഗൂസ് ആണ്. റിയാദ് സോയിൻ്റെ വീഡിയോ ഇവിടെ തീരുന്നില്ല. പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കുക. പുതിയ വീഡിയോ വരുന്നവരെ ടാറ്റാ.